ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാളെ റിലീസാകുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. നാളെ റിലീസാകുന്നത് 3 സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിനിമ ആവേശമാണ്. 2 വർഷങ്ങൾക്ക് ശേഷം 3 ജയ് ഗണേഷ്. താരതമ്യേന ഈ 3 സിനിമകളിൽ 2 സിനിമകൾ വൻ പ്രതീക്ഷയിലാണെന്ന് തന്നെ പറയാം. ജയ് ഗണേഷ് ഒഴിച്ച് ബാക്കി 2 സിനിമകളും അത്രയ്ക്കും വൻ ഹൈപ്പിൽ വൻ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന്റെ ബുക്കിംഗ് അതുപോലെ തന്നെ നിലവിലുള്ള ഇതുവരെയുള്ള പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ റീച്ച് കിട്ടിയേനെ, അതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തന്നെ ഞാൻ നാളെ രാവിലെ 10 മണിക്കത്തെ ഷോ ആവേശമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ 1:15 വർഷങ്ങൾക്ക് ശേഷവും പിന്നെ 4 മണിക്ക് ശേഷമുള്ള ജയ് ഗണേഷ് സിനിമയുടെ ഷോയുമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സിനിമയും നാളെ കാണാനായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിയും. കാരണം അമ്മാതിരി വെയിറ്റിംഗ് ആണെന്ന്. ഇത്രയധികം ക്ലാഷ് റിലീസ് എനിക്ക് തോന്നുന്നു നമ്മളുടെ പൈസ ഇങ്ങനെ ഒറ്റ ദിവസം തന്നെ തിയേറ്ററുകളിൽ ഇത്രയധികം കൊണ്ടുപോകുന്ന ഒരു ദിവസം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് തോന്നുന്നു. കാരണം അമ്മാതിരി പ്രതീക്ഷയുള്ള വൻ സിനിമകളാണ് വരുന്നത്. ജയ് ഗണേഷിനെ പറ്റി പറയുമ്പം അങ്ങനെ ഉണ്ണിമൂന്തൻ ചിത്രം അല്ലെങ്കിൽ ഈ രഞ്ജിത്ത് ശങ്കർ ചിത്രം അങ്ങനെ ചുമ്മാതങ്ങ് ഈ വലിയ സിനിമകൾ, പ്രത്യേകിച്ച് ആടുജീവിതം ഓടുന്നു, മഞ്ഞുമൽ ബോയ്സും ഓടുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പം ആവേശം വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള വലിയ സിനിമകൾക്കൊപ്പം ഇറക്കണമെന്നുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. എന്തോ ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ അത്യാവശ്യം നല്ലതാകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും വലിയ സിനിമകൾ റിലീസാകുമ്പോൾ ഇത്രയും സിനിമകളൊക്കെ ഓടുന്ന സമയത്ത് ഉണ്ണിമൂന്തന്റെ ഈ ജയ് ഗണേഷ് സിനിമ ഇതിനൊപ്പം ഇറക്കേണ്ടതല്ല. അപ്പോൾ ഇതിനൊപ്പം ഇറക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കോൺഫിഡൻസ് ഉണ്ട്, എന്തൊക്കെയോ സിനിമയ്ക്കകത്ത് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും തന്നെ അതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജയ് ഗണേഷിന് മൊത്തത്തിൽ കേരളം ഒട്ടാകെ 40 ഷോ മാത്രമാണ് ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. മൊത്തം ഒരു വലിയ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കൊച്ചി സിറ്റിയിൽ മാത്രമാണ് 15 ഷോകളും ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. ബാക്കി എങ്ങും തന്നെ കാര്യമായിട്ടൊരു ബുക്കിംഗ് കാണുന്നില്ല. ബുക്കിംഗ് കാണാത്തതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രമേ ഇപ്പം കൗണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. വളരെ കുറച്ച് സ്ക്രീൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എനിക്ക് തോന്നുന്നു ഒരു 10-70 സ്ക്രീനിൽ മാത്രമേ നിലവിൽ ബുക്കിംഗ് നമുക്ക് ആരംഭിച്ചായിട്ട് കാണിക്കുന്നുള്ളൂ. എന്തായാലും തന്നെ നാളെ സിനിമ ഇറങ്ങുമ്പം അഭിപ്രായം കൊണ്ട് ചിലപ്പോൾ സ്ക്രീനിൻ്റെ കൗണ്ട് കൂട്ടുകയും അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ റിലീസിങ് ഒക്കെ ആയി കഴിഞ്ഞ് ഒരു വലിയൊരു ഗ്രോത്ത് സിനിമയ്ക്ക് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ സംവിധായകൻ രഞ്ജിത്ത് ശങ്കറാണ്. പിന്നെ അത് മാത്രമല്ല ഉണ്ണിമൂന്തൻ്റെ അവസാനം ഇറങ്ങിയ 2-3 സിനിമകൾ നല്ല രീതിയിൽ അത്യാവശ്യം പ്രേക്ഷക പിന്തുണ നേടിയ സിനിമകളും ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ പിന്നെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. എന്തായാലും തന്നെ അതിൻ്റെ പ്രീസെയിൽ കളക്ഷൻ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് 30 ലക്ഷം രൂപയ്ക്ക് പുറത്ത് പ്രീസെയിൽ കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പോക്കാണെങ്കിൽ ഒരു 60-70 ലക്ഷം രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഓപ്പണിംഗ് ഡേയിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ 62 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. ട്രിവാൻഡ്രത്ത് 30 ഷോ, കോഴിക്കോട് 20 ഷോ, പിന്നെ തൃശ്ശൂർ 12, കൊല്ലത്ത് 13, ആലപ്പുഴയിൽ 7 ഷോ. ഇങ്ങനെ അവിടെ ഇവിടങ്ങളിലായിട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 150 ഷോകളാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഇപ്പോൾ ഈ ഒരു അവസാന നിമിഷങ്ങളിലൊക്കെ കേരളത്തിൽ ഒട്ടാകെ തന്നെ കാണുന്നുണ്ട്. ബുക്ക് മൈ ഷോയിലുള്ള ഈ ഒരു ഫാസ്റ്റ് ഫീഡിങ് 150 ഷോയ്ക്ക് അടുത്ത് എത്തുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കാരണം ഇപ്പം തന്നെ പ്രീ സെയിൽ കളക്ഷൻ 70 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കളക്ഷൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും തന്നെ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഓപ്പണിംഗ് ഡേയിൽ ഒരു 1.25 കോടി റേഞ്ചിൽ മിനിമം ഇതിൻ്റെ ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തായാലും തന്നെ മിനിമം ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. ഒരു സിനിമയും ഇന്ന് വരെ പരാജയം ഇറങ്ങിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകരെ എല്ലാം തന്നെ പിടിച്ച് കാന്തം പോലെ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. ഒപ്പം ലാലേട്ടൻ്റെ ഒരു ഫാൻസ് ഒരു ഇതും കൂടെ സപ്പോർട്ടും കൂടെ മിക്കവാറും കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രണവ് മോഹൻലാലിൻ്റെ സിനിമ ആയതുകൊണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നിവിൻ പോളി, അങ്ങനെ ഒരു ബേസിൽ ജോസഫ്, അങ്ങനെ ഇവരുടെ ഒരു ടീമുണ്ടല്ലോ. ആ ഒരു ടീമിൻ്റെ എക്സ്പീരിയൻസും കൂടെ തിയേറ്ററുകളിൽ കിട്ടുമ്പം അതൊരു വേറെ ലെവൽ ഐറ്റമായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. എന്തായാലും തന്നെ നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യം പ്രീസെയിൽ കളക്ഷനും വന്നെന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. അത് നല്ലൊരു തുടക്കം തന്നെ ഈ സിനിമയ്ക്ക് കിട്ടിയെന്ന് പറയാം. ഇനിയും നമുക്ക് ആവേശം സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിന്റെ അഭിനയ മുഹൂർത്തം കൊണ്ട്, പ്രത്യേകിച്ച് രോമാഞ്ചം സിനിമയ്ക്ക് ശേഷം ജീത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന രോമാഞ്ചം നമ്മളെ ഏവരെ
ആർത്തുല്ലസിച്ച് ചിരിച്ചൊരു സിനിമയായിരുന്നു. 2023 വർഷത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ ഇറക്കിയ ആളാണ് ജീത്തു മാധവൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം വാനോളം പ്രതീക്ഷ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഒന്നടങ്കമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം വേറെ ലെവൽ എക്സ്പീരിയൻസ് ജിത്തു മാധവൻ നമുക്ക് രോമാഞ്ച സിനിമയിലൂടെ തന്നെങ്കിൽ ഫഹദ് ഫാസിലൂടെ എന്ത് അത്ഭുതമാണ് കാട്ടാനിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആവേശത്തിൽ. എന്തായാലും തന്നെ അതിൻ്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചി സിറ്റിയിൽ 70 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്, ട്രിവാൻഡ്രത്ത് 20 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്, കോഴിക്കോട് 22 ഷോ, തൃശ്ശൂർ 13 ഷോ, കൊല്ലത്ത് 10 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ്, ആലപ്പുഴയിൽ 6 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്, കോട്ടയത്ത് 4 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് കാണുന്നുണ്ട്. അങ്ങനെ ബാക്കി എല്ലായിടത്തും തന്നെ അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് നിലവാരം നമുക്ക് ഈ തുടക്ക സമയത്ത് ഇപ്പം പ്രീ ബുക്കിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്തായാലും നല്ല രീതിയിൽ ഇനിയും ബുക്കിംഗ് കൂടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ ഇപ്പം കിട്ടിയിരിക്കുന്നത് ഈ വർഷങ്ങൾക്ക് ശേഷം ആവേശം സിനിമകൾക്കും ആണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എന്തായാലും ഈ സിനിമ ആവേശം സിനിമ ഒരു 160-170 റേഞ്ചിലേക്ക് ഇതിന്റെ ഫാസ്റ്റ് ഫില്ലിങ് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഓറഞ്ച് മയം കത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും തന്നെ ഇതിന്റെ ഒരു പ്രീസെയിൽ കളക്ഷൻ ഇപ്പം അവസാന നിമിഷത്തെ പുറത്തു വരുന്ന സമയത്ത് 1 കോടി രൂപയ്ക്ക് അടുത്തെത്തിയിരിക്കുന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിസ്സാര കാര്യമല്ല. ഫഹദ് ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പണിംഗ് ഡേയില് പ്രീസെയിൽ കളക്ഷൻ തന്നെ വന്നെന്ന് തന്നെ പറയാൻ സാധിക്കും. ഈ ഒരു റേഞ്ചിലുള്ള പോക്കാണെങ്കിൽ ഉറപ്പായിട്ടും മിനിമം ഒരു 2-2.5 കോടി റേഞ്ചിലേക്ക് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ ആവേശം സിനിമ തൂക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. ഓപ്പണിംഗ് ഡേയിൽ എന്തായാലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഈ 3 സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യത ആവേശം സിനിമയ്ക്കാണ്. ഒന്ന് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് ഇനി അതിൻ്റെ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ജിത്തു മാധവന്റെ ആ ഒരു ബ്രില്യന്റ് രോമാഞ്ച സിനിമയ്ക്ക് ശേഷമുള്ള ഒരു വെറൈറ്റി സാധനം കൂടെ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതിനൊത്ത ഒരു ബുക്കിംഗ് നിലവാരം നമുക്ക് തിയേറ്ററുകളിൽ ഇതിന്റെ ഒരു പ്രീസെയിൽ കളക്ഷനിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒന്നിനൊന്നും മെച്ചമായിട്ട് തന്നെ ഈ 3 സിനിമകളും മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഇതിന്റെ ഡയറക്ടർമാർ 3 സിനിമകളുടെ ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ്. രഞ്ജിത്ത് ശങ്കർ എന്ന് പറയുന്ന ആള് നിസ്സാരക്കാരനല്ല. അദ്ദേഹത്തിന്റെ ഒരു 10-15 സിനിമയിൽ സൂസൂതി പാത്മ്യം, ഞാൻ മേരിക്കുട്ടി, പിന്നെ അങ്ങനെ പുണ്യാളൻ, അഗർവർത്തീസ്, അങ്ങനെ കുറച്ച് സിനിമകളുണ്ട്. ഒരു രക്ഷയുമില്ലാത്ത മാരക ബ്രില്യൻസ് നമുക്ക് സിനിമയിലൂടെ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഈ 2 സിനിമകളെ തട്ടിച്ചു നോക്കുമ്പോൾ ഈ ജയ് ഗണേഷ് സിനിമയ്ക്ക് മാത്രമാണ് അല്പം പിന്നോട്ട് നിൽക്കുന്നത്. പക്ഷെ സിനിമ ഇറങ്ങി റിലീസായി കഴിഞ്ഞിട്ട് പോസിറ്റീവ് അഭിപ്രായം ഈ 3 സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ എന്താ, 3 സിനിമകൾ വന്നു, 3ഉം നല്ല രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ നേടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം കോശി, എന്നല്ലാതെ എന്ത് പറയും. എന്തായാലും തന്നെ 3 സിനിമകളും മലയാള സിനിമയ്ക്ക് ഒരു പൊൻതൂബൽ തന്നെ ഉണ്ടാക്കി ഒരു 10-250 കോടി റേഞ്ചിലേക്ക് ഈ 3 സിനിമകളും കൂടെ തിയേറ്ററുകളിൽ നിന്നും പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് നേടിയെടുക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ഈ 3 സിനിമകളുടെ 3 പാറ്റേണിലുള്ള വളരെ സന്തോഷം നൽകുന്ന സിനിമകളായിട്ട് ഈ 3 സിനിമകളും മാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ആടുജീവിതത്തിന് വലിയ വെല്ലുവിളി ഉയർത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ഈ 3 സിനിമകളിൽ ഏതെങ്കിലും 1-2 സിനിമകൾ തന്നെ നല്ലൊരു പോസിറ്റീവ് അഭിപ്രായം കിട്ടിയാൽ ആടുജീവിതത്തിന്റെ കാര്യം ഗോവിന്ദ എന്നല്ലാതെ എന്ത് പറയാൻ. എന്തായാലും എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്. അപ്പം ആരൊക്കെ ഏതൊക്കെ സിനിമയ്ക്കാണ് ആദ്യം പോകുന്നത് എന്നുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്നും കമന്റായിട്ട് രേഖപ്പെടുത്തിയാലും നല്ലതായിരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.